إلى حضرة شيخنا وغوثنا وسندنا وملاذنا الشيخ محمد بن الشيخ محمد القادري الجشتي الجيل الجادي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും അവന് ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ കർമ്മങ്ങളെയും ദിക്റുകളെയും ഓരോ കാര്യങ്ങളെയും അതിൻ്റെ ഹക്കിൽ നോക്കിക്കാണാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ വഴിയിലായി ഖാദിരിയ ത്വരീഖത്തിന്റെ സരണിയിലായി കാമിലായ ദിക്റിന്റെ അനുഷ്ഠാനത്തിലായി നമ്മളുടെ ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ ഖദമിലായി എന്നെന്നും സ്നേഹത്തോടെ പൊരുത്തത്തോടെ നമ്മളെ എവരെയും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനരായ ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഹികമിന്റെ വിശദീകരണം തന്നെയാണ് ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് മഹാനരായ ഇബ്നു അജീബ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിച്ച വിശദീകരണം ഈ രണ്ട് മഹൽ വ്യക്തികളും ഹിക്മത്ത് എഴുതിയ ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരിയും അതിന് ശറഹ് കൊടുത്ത ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും രണ്ടാളുകളും മഹാന്മാരുടെ വഴി സഞ്ചരിച്ചവരാണ്. ത്വരീഖത്തിന്റെ പാതയിൽ അതിൽ വൈവിധ്യമുണ്ടെങ്കിലും ത്വരീഖത്ത് പല വിധത്തിലുണ്ടല്ലോ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു സരണിയിലാണെങ്കിലും മശായിഖന്മാരുടെ ഖദമിലായി അവരുടെ വഴിയിലായി ജീവിച്ചു വന്ന് അങ്ങനെ ഉണ്ടാകുന്ന ഉദാത്തമായ ചിന്തകളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള ഹിക്മത്തുകൾ. അതല്ലാതെ അവര് ഗ്രന്ഥത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പരമ്പരാഗതമായ രീതിയിൽ എഴുതപ്പെട്ടതിൽ നിന്ന് വായിച്ചുകൊണ്ടോ അല്ല അവര് ഇതിനെ എഴുതിയതും അതിന് ശറഹ് ചെയ്തതും. ആ നിലക്ക് നോക്കുമ്പോ മഹാന്മാരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി എഴുതിയതും അവർക്ക് മനസ്സിലാകാവുന്ന പാകത്തിലുള്ള വിഷയങ്ങളാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ട് അതിൻ്റെ ബോധത്തിലായി നിലയുറപ്പിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ട് യഥാവിധത്തിൽ ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ഉണ്ടാവുമാറാവട്ടെ. യാ റബ്ബൽ ആലമീൻ. ഇൽതിഫാത്തുൻ അത്തഫാവുതു ഫി ത്വാഅത്തി. ത്വാഅത്തുകളിലുള്ള വൈവിധ്യങ്ങളെ കുറിച്ചാണ്
മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരോടൊപ്പം കൂടുന്നവർ, ആരിഫീങ്ങൾ പറയാറുണ്ട്, ആരിഫീങ്ങളുടെ വാക്കിൽ എഴുതപ്പെട്ടതാണ്, പണ്ഡിതന്മാരാകുമ്പോ നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് അവർ പഠിപ്പിക്കുക, ആരിഫീങ്ങളാകുമ്പോ നിസ്കാരം എങ്ങനെ കബൂലാകുക എന്നുള്ളതാണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്വാഅത്ത് ചെയ്യുമ്പോൾ ആ ത്വാഅത്തിൽ വരേണ്ട കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് അവർ വിശദീകരിക്കുന്നത്, അതിൻ്റെ മസ്അലകളല്ല. അപ്പൊ ഒരു ത്വാഅത്ത് ഒരു മനുഷ്യനിൽ നിന്ന് രൂപപ്പെടുമ്പോ ആ ത്വാഅത്തിനെ ഏവിധം നോക്കിക്കാണുന്നു എന്നുള്ളതാണ് മഹാനരായ ഇബ്നു അജീബ തങ്ങൾ പറയുന്നത്. 3 വിധത്തിലാണ് ത്വാഅത്ത് ചെയ്യുന്നവർ ത്വാഅത്തിനെ നോക്കിക്കാണുന്നത്. അബ്ദുൻ, ഒരാൾ, അല്ലാഹുവിന് വേണ്ടി അവര് വഴിപ്പെടുന്നത്, ഉബൂദിയ്യത്തൻ, അടിമയാണ്. ഉടമയായ ഒരാൾക്ക് അടിമയായി നിൽക്കുമ്പോൾ ചെയ്തു കൊടുക്കുന്ന ഒരു അനുസരണം. വശുക്രൻ, നന്ദി പ്രകടനമായി. വഇംതിസാലൻ, കൽപ്പനക്ക് വഴങ്ങി. വഖിയാമൻ ബിഹഖിൽ ഖിദ്മതി, റബ്ബിന് ഉടമക്ക് അടിമ ചെയ്തു കൊടുക്കുന്ന സേവനം എന്ന നിലക്ക്. ഇതാണ് ഒരു അടിമയുടെ, ഒരാളുടെ കാഴ്ചപ്പാട്. ഫസാദഹുൽ വുജൂബു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആരാധനകൾ ചെയ്യാൻ ചിലത് നിർബന്ധമാക്കി. അപ്പൊ ഈ നിർബന്ധമാക്കിയത് കാരണത്താലല്ല ഇയാളുടെ കാഴ്ചപ്പാടിൽ ആരാധന ചെയ്യുന്നത്. അടിമയാണല്ലോ എന്ന ബോധത്തിലാണ്, ശുക്ർ വേണമല്ലോ, ഒരുപാട് നിഅമത്തുകൾ ചെയ്തല്ലോ എന്ന ചിന്തയിലാണ് ആരാധനകളൊക്കെ വരുന്നത്. അപ്പൊ പിന്നെ അവന് നിർബന്ധമാക്കി കൊടുത്ത കാര്യമാണല്ലോ. അപ്പൊ ഈ നിർബന്ധം എന്നുള്ളത് ആ ഒരു ബോധത്തിലല്ല ഇവൻ ചെയ്തത്. അപ്പൊ ആ നിർബന്ധം എന്നുള്ളത് ഫസാദഹുൽ വുജൂബു ശറഫൻ വഉലുവ ദറജത്തിൻ, അവനെ മഹത്വം വർദ്ധിപ്പിക്കുന്നതായി. അവിടെ ഒരു വുജൂബും കൂടിയുണ്ട്. അവന്റെ ചിന്ത വുജൂബ് കൊണ്ടല്ല അവൻ ആരാധനയെ, ഈ ത്വാഅത്തിനെ അനുഷ്ഠിച്ചത്. പക്ഷെ വുജൂബും കൂടി അവിടെ കടന്നു വന്നപ്പോ അവന്റെ ഈ ബോധവും അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് അവൻ അനുഷ്ഠിച്ചത് എന്നുകൂടെ വരുമ്പോ അവന്റെ ഷറഫ്, മഹത്വം വർദ്ധിക്കുന്നു, ദർജ ഉയരുന്നു. ഇതാണ് ഒരു കാഴ്ചപ്പാട്, ആരാധനയോടുള്ള ഒരു വിധത്തിലുള്ള കാഴ്ചപ്പാടാണ്. വഅബ്ദുൻ, ഇനി മറ്റൊരു കാഴ്ചപ്പാട്, അല്ലാഹുവിന് വേണ്ടി വഴിപ്പെടുന്നത് തഅളീമൻ ലിൽ മൗജൂബി, ആരാണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ച അല്ലാഹുവിനോടുള്ള ആദരവ് എന്ന മഹത്വ പ്രകടനം എന്നുള്ള ഒരൊറ്റ ചിന്ത. ആ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഒരൊറ്റ ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയും അവിടെയില്ല. അങ്ങനെയുള്ള ആരാധന. അപ്പോ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വുജൂബ് നിലനിൽക്കുന്നുണ്ട്. ആ വുജൂബ് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർത്തല് മാത്രമാവും. വഇദ്ഹാറുൽ ഹിക്മത്തി, അല്ലാഹുവിന്റെ ഹിക്മത്തിനെ പ്രകടമാക്കുക എന്നുള്ള ഒരു കാര്യമായിട്ടേ അവിടെ വുജൂബ് വരികയുള്ളൂ. അള്ളാഹ് നിർബന്ധമാക്കി എന്നതുകൊണ്ടല്ല ഇയാൾ ആരാധിക്കുന്നത്, അള്ളാഹുവിനോടുള്ള ആദര പ്രകടനത്തിന് വേണ്ടി എന്ന ചിന്തയിലാണ് ഇയാൾ ത്വാഅത്ത് ചെയ്യുന്നത്. അപ്പൊ ഈ നിർബന്ധം എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർത്തലും കൂടിയായി. അവിടെ ഒരു ഉണർത്തൽ വന്നു, അള്ളാഹുവിനെ ബഹുമാനിച്ച് എന്തായാലും ത്വാഅത്ത് ചെയ്യണം. അപ്പൊ അവിടെ അള്ളാഹു ഉണർത്തലും കൂടി ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അടിമ എവിടെയുണ്ടോ അവിടെ ഉടമയുണ്ടാകും.
റുബൂബിയത്തുണ്ടാകുന്നിടത്ത് ഉബൂദിയത്തുണ്ടാകും. അതാണ് അള്ളാഹുവിന്റെ ഹിക്മത്ത്. അപ്പോ റബ്ബാകുന്ന അള്ളാഹുവിന്റെ സിറ്, റുബൂബിയത്തിന്റെ സിറിനെ, ആ ഹിക്മത്തിനെ അബ്ദിയത്ത് കൊണ്ട് ഇയാൾ പ്രകടമാക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവിടെ വന്നു ചേരുന്നത്. ഇനി രണ്ടാമത്തെ ആളുടെ കാഴ്ചപ്പാട് വഅബ്ദുൻ അതാഅ അല്ലാഹ ഖൗഫൻ മിൻ അദാബിഹി വറജാഅൻ ഫീ സവാബിഹി. അല്ലാഹുവിന് വേണ്ടി അയാൾ ആരാധിക്കുന്നത് ശിക്ഷയെ ഭയപ്പെട്ട്, പ്രതിഫലത്തെ മോഹിച്ച്, വലൗലാ ദാലിക മാ അബദ, ഈ ഒരു പേടിയും ഈ പ്രതീക്ഷയും അയാളിലില്ല എങ്കിൽ ആരാധനയെ അയാളിൽ വരികയില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർബന്ധമാക്കിയത് അവനെ സംബന്ധിച്ചിടത്തോളം കാരുണ്യമായിട്ട് ഭവിക്കുകയാണ്. ഏതായാലും പേടിയോടുകൂടെ ഓന് ചെയ്യുകയാണ്, പ്രതീക്ഷയോടുകൂടെ പ്രതിഫലം കിട്ടുമല്ലോ എന്ന് മോഹിക്കുക. അവിടെ അള്ളാഹുവിന്റെ ഒരു വുജൂബിയത്തും നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് എന്ന് വരുമ്പോ ആ നിർബന്ധമാക്കിയ കാര്യത്തെയാണ് ഇയാൾ അനുഷ്ഠിക്കുന്നത് എന്നതുകൊണ്ട് അത് അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യത്തിൽ അള്ളാഹു അവനോട് കനിവ് കാണിക്കുകയാണ് ചെയ്തത്, ലത്തീഫാകുകയാണ് ചെയ്തത്. ചുരുക്കത്തില് ഈ മൂന്ന് തരത്തിലുള്ള കാഴ്ചപ്പാടും എല്ലാത്തിലും ഖൈറുണ്ട്, പക്ഷേ അതിന്റെ തട്ടുകൾ വ്യത്യസ്തമാണ്. അതിന്റെ തട്ടുകൾ വ്യത്യസ്തമാണ്. ഒന്നുകൂടെ മഹാനരായ ഇബ്നു അജീബ തങ്ങള് സ്ഥിരീകരിച്ചു പറയുകയാണ്, ഇന്നമാ ഹുവ ഖിസ്മാനി, രണ്ട് വിധത്തിലാക്കി നമുക്ക് ചുരുക്കി പറയാം. ഖിസ്മുൻ നതാഅ അല തക്ലീഫ്, അല്ലാഹുവിനെ വഴിപ്പെട്ടത് അവനൊരു നിർബന്ധ ബാധ്യതയുണ്ട് എന്ന വിധത്തിലാണ്. വഹും അഹ്ലു തക്സീഫ്, നിർബന്ധ ബാധ്യതയുണ്ടല്ലോ എന്ന ബോധത്തിൽ ആരാധനയെ അനുഷ്ഠിക്കുന്നവർ ഭൗതികതയെ കാണുന്ന കണ്ണുള്ളവർ ആണ്, ഹൃദയത്തിന്റെ മറ തുറക്കപ്പെട്ടവരല്ല എന്നുള്ളതാണ്. വഖിസ്മുൻ നതാഅ അല തഅളീം, അല്ലാഹുവിന്റെ ആദരപ്രകടനം എന്ന രീതിയിൽ, ബഹുമാന ആദരവുകൾ എന്ന വിധത്തിൽ ത്വാഅത്ത് അനുഷ്ഠിച്ചാൽ ആ അനുഷ്ഠിക്കുന്ന വിഭാഗം വഹും അഹ്ലു തഅലീമി വത്തഅരീഫ്, മഅരിഫത്തിന്റെ ആളുകളാണ് അവര്, ഇൽമുള്ള ആളുകളാണ്. മറ്റുള്ളവർക്കിടെ കാഴ്ചപ്പാട് ഭൗതികമായ കാഴ്ചപ്പാട്, ഇത് ആത്മീയമായ കാഴ്ചപ്പാടാണ്. യഥാർത്ഥത്തിൽ തഅദീമിന്റെ ആരാധനയാണ് വരേണ്ടത്. അഹ്ലുൽ ഹിജാബി എന്നാൽ മറയുള്ള ആളുകൾ അതാഉ ഖൗഫൻ വ തമഅൻ, അവർ പ്രതീക്ഷയും അതുപോലെ ഭയപ്പാടും കൊണ്ട് ആരാധിക്കുന്നു. വ അഹ്ലുൽ ഇയാനി, കാഴ്ചകൾ തുറക്കപ്പെട്ട അകക്കണ്ണുള്ളവർ അതാഉ ഹുബ്ബൻ വ ശുക്റാ, അവരാരാധിക്കുന്നതാവട്ടെ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ നന്ദി പ്രകടനത്തിന്റെയുമാണ്. വഹുവ മഖാമുൽ അംബിയാഇ വ ഖവാസിൽ ഔലിയാ, ആ സ്നേഹത്തിന്റെയും നന്ദി പ്രകടനത്തിന്റെയും ത്വാഅത്ത് വരുന്നത് അംബിയാക്കൾക്കും ഔലിയാക്കളിലെ സവിശേഷരായ ആളുകൾക്കുമാണ്. മഹാനരായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ശുക്രിന് വേണ്ടിയാണ് ത്വാഅത്ത് ചെയ്തിരുന്നത് എന്നുള്ളത് അറിയിക്കുന്ന വളരെ സുപരിചിതമായ ഹദീസാണല്ലോ. അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ചോദിച്ചത്. ഫൽ ഹിക്മതു ഇൻദ അഹ്ലിൽ ബാത്തിനി ഫീ വുജൂബിൽ ഖിദ്മതി, ആത്മീയമായ കാഴ്ചപ്പാടുള്ള മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അവർ ത്വാഅത്ത് ചെയ്യുന്നത്, എന്തിനാണ് അവരുടെ
അവരിൽ ത്വാഅത്ത് എന്നുള്ള അല്ലാഹുവിന് റബ്ബിന് ഖിദ്മത്ത് ചെയ്യുക എന്നുള്ളത് അവരിൽ വാജിബായത്. അതിന്റെ ഹിക്മത്ത് എന്താ, അതിന്റെ പൊരുളെന്താ? അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവര് കാണുന്ന കാഴ്ചപ്പാട് ഇന്നമാഹിയ ഇൽഹാറുൻ ലിസിത്രി സിർരി റുബൂബിയതി. റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബാണ്, അവന്റെ റുബൂബിയത്താകുന്ന കൈകാര്യങ്ങളാണ് നമ്മിൽ നടക്കുന്നത്. ആ രഹസ്യത്തിന്റെ മറയാണ് അവരിവിടെ വെളിവാക്കുന്നത്. ആ റുബൂബിയത്ത് നടക്കുന്നത് ആരിലാണ്? അടിമയിലാണ് നടക്കുന്നത്. അടിമയുടെ ഓരോ പ്രകടനവും റബ്ബുള്ളത് കൊണ്ടാണ് അബ്ദായിട്ട് അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ അതൊരു മറയായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ആ മറയെ ഒന്ന് വെളിവാക്കുക എന്നുള്ള ഉദ്ദേശം, അബ്ദ് എവിടെയുണ്ടോ അവിടെ റബ്ബുണ്ട്, റുബൂബിയത്ത് എവിടെയുണ്ടോ അവിടെ ഉബൂദിയത്തുണ്ട്. ഫർറുബൂബിയത്ത് റബ്ബുണ്ടാകുമ്പോ ബിലാ ഉബൂദിയത്തിൻ, അവിടെ ഉബൂദിയത്ത് ഒരു അനുസരണയുള്ള ഒരു അനുസരണത്വം അവിടെ വരുന്നില്ലെങ്കിൽ നഖ്സുൻ, അതൊരു ചുരുക്കമാണ്. യൽസമു അലൈഹി ഇബ്താലു ഹിക്മതിഹി, റബ്ബായി നിലകൊള്ളുന്ന ഈ റുബൂബിയത്ത് എന്ന് പറയുന്ന കൈകാര്യം പരിപാലനം എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ഈ പരിപാലനം നടക്കണമെങ്കിൽ ഒരു അടിമത്വം, അടിമ വരണം. അപ്പോ അവിടെ റുബൂബിയത്തില്ലാതെ പോകുമ്പോ ആ റുബൂബിയത്ത് ഉണ്ടാവുക എന്നുള്ളതിന്റെ പൊരുള് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് റുബൂബിയത്തുള്ളതോടത്ത് ഉബൂദിയത്തുണ്ടായിരിക്കണം. ഉബൂദിയത്തുള്ളടത്തോ ബിലാ റുബൂബിയത്തിൻ, റുബൂബിയത്തില്ലാതെ റബ്ബില്ലാതെ അബ്ദാവുക എന്നുള്ളത് മുഹാലുൻ, അതുണ്ടാകുകയില്ല. ലാ യതസവ്വറു വജൂദുഹു, അങ്ങനെ ഒന്ന് സങ്കൽപ്പിക്കാൻ കഴിയുന്ന വിഷയമല്ല. വളരെ ഗഹനമായ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ മഹാന്മാര് പറയുന്നത്, ഇദാ തഹഖഖു ഹാദാ സിർറ, ഈ സിറിനെ അവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവര് പറയും വഹുവ അന്നൽ ഉബൂദിയത, അബ്ദാവുക എന്നുള്ളത് അതിന് സ്വയമായി ഒരു നിലനിൽപ്പില്ല. ഒരാൾ ഒറ്റയ്ക്ക് ഒരു അടിമത്തം പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല. പിന്നെ അവിടെ റുബൂബിയത്ത്, റബ്ബായിട്ടുള്ള ഒരു പരിപാലനം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഉബൂദിയത്ത് നടക്കുകയുള്ളൂ. വഇന്നമാ ഹിക്മത്തു വുജൂദിഹാ, ഈ ഉബൂദിയത്ത് ഉണ്ടാകുന്നതിന്റെ പൊരുള് സൗനു സിർരി റുബൂബിയത്തി, ഉബൂദിയത്ത് അടിമത്വം എന്ന അനുസരണം ഉണ്ടാവുന്നത് റുബൂബിയത്തിന്റെ രഹസ്യത്തെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ബിഇൽഹാരി അഹ്കാമിൽ ഉബൂദിയത്തി, അടിമത്വത്തിന്റെ ഓരോ ഹുക്കുമുകൾ ചെയ്യുമ്പോ അവിടെ റബ്ബായി നിലകൊള്ളുന്ന അല്ലാഹുവിന്റെ രഹസ്യത്തെയാണ് ഇവന് കാത്തു സൂക്ഷിക്കുന്നത്, റബ്ബ് എന്നുള്ള അധികാരത്തെ. വഅറഫൂ ദാലിക ഹാലം വദൗഖാ, അത് പറഞ്ഞറിഞ്ഞാ പോരാ, അത് അനുഭവിച്ചും രുചിച്ചും അറിയേണ്ട വിഷയമാണ്. റുബൂബിയത്തിന്റെയും ഉബൂദിയത്തിന്റെയും പരസ്പര ബന്ധങ്ങളും അതിന്റെ സിറുകളും. വകാനൂ ഫീഹാ മഹ്മൂലീന ഗൈരി ഹാമിലീൻ, അവരതിൽ സ്വയേഷ്ടപ്രകാരം ചെയ്യുന്നവരാണ്, അവരതിൽ നിർബന്ധിക്കപ്പെട്ടവരല്ല. അമലുഹും ബില്ലാഹി ലില്ലാഹി, അവരുടെ കർമ്മങ്ങളൊക്കെ അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിനെ കൊണ്ട് അല്ലാഹുവിൽ നിന്ന് വന്ന് അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഈ അമലാണ്. ഫഇബാദത്തു ഹൗലായി കസീറത്തുൻ അസീമത്തുൻ ഫിൽ മഅനാ, ഇത്തരക്കാരുടെ ആരാധന അർത്ഥം നോക്കുമ്പോൾ വളരെ വലുതാണ്. വഇൻ കാനത് ഖലീലതൻ ഫിൽ ഹിസ്സി, കാഴ്ചയിൽ അത് കുറഞ്ഞതാണെങ്കിലും അതിന് വലിയ അളവിലുള്ള പോരിശയാണുള്ളത്. വലാ തഖില്ല അബദാ, ഒരിക്കലും അതിനെ ചുരുക്കി കാണരുത്.
ഇന്ന തസറുഫാതുഹും കുല്ലുഹാ ഇബാദത്തുൻ. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കൈകാര്യങ്ങളും ഇബാദത്താണ്. നൗമുഹും ഇബാദ, അവരുടെ ഉറക്കം ആരാധനയാണ്. വഅക്ലുഹും ഇബാദ, അവരുടെ ഭക്ഷണം അത് ഇബാദത്താണ്. വമശീഹും ഇബാദ, അവരുടെ നടത്തം ഇബാദത്താണ്. വഫീ മിത്ലി ഹൗലായി, ഇത്തരത്തിലുള്ള പൊരുളുകൾ അറിഞ്ഞ റുബൂബിയത്തിന്റെയും ഉബൂദിയത്തിന്റെയും പൊരുളുകൾ അറിഞ്ഞ മഹാന്മാര്, ആ മഹാന്മാരെ പറ്റിയിട്ടാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നൗമുൽ ആലിമി ഇബാദ. ആലിമിന്റെ ഉറക്കം ആരാധനയാണ് എന്ന് പറഞ്ഞത് ആ ഒരു രഹസ്യം വെളിവായ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളമാണ്. വഖാല അയ്ളൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റിജാലുൻ യദ്ഖുലൂനൽ ജന്നത അലൽ ഫുർഷിൽ മുമഹദതി. നല്ല വിരിച്ചു വച്ചിരിക്കുന്ന വിരിപ്പിൽ കിടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകള്. ഖീല മൻഹും യാ റസൂലല്ലാഹ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ആരാണത്, അവരാരാണെന്ന് ചോദിച്ചപ്പോ ഖാല അദ്ദാകിറൂനല്ലാഹ കസീറാ. അല്ലാഹുവിനെ അധികമായി ദിക്ർ ചെയ്യുന്ന ആളുകളാണ്. ഓരോ കർമ്മങ്ങളെയും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ദിക്റാക്കി മാറ്റിയ ആളുകൾ, അവര് കിടന്ന കിടപ്പിൽ തന്നെ സ്വർഗപ്രവേശനം നേടുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഖാല അബൂ സുലൈമാൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, കൈഫ യുദ്രികുൽ ആരിഫു അലാ ഫിറാശിഹി, ഖദ് യുദ്രികുൽ ആരിഫു അലാ ഫിറാശിഹി മാ ലാ യുദ്രികുഹു ഫീ സ്വലാത്തിഹി. ആരിഫായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിരിപ്പിൽ നിന്ന് അവന് കിട്ടുന്നത് ഒരു പക്ഷേ അവന് നിസ്കാരത്തിൽ പോലും കിട്ടുകയില്ല. അവന്റെ കിടന്ന കിടത്തിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ ചിലപ്പം വലിയ ആരാധന നിർവഹിക്കുമ്പോൾ പോലും ചിലപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല. അത്രയും അവരുടെ ഏകാന്തമായ കിടപ്പ് ഒരു ആരാധനയാക്കി മാറ്റി അത്ര മഹത്വമുള്ളതാകുന്നാണ് പറഞ്ഞത്. വലാ യസ്തഗ്രിബുൽ അബ്ദു മിൻ നഫ്സിഹി ബുലൂഗ ഹാദൽ മഖാം. അതുകൊണ്ട് ഒരാളും ഇത്തരം ഒരു സ്ഥാനം എനിക്ക് കിട്ടുകയില്ല, അത് വിദൂരമായ സാധ്യതയാണ് എന്ന് ആരും വിചാരിച്ചു പോണ്ട. ഫഇന്ന ഫളലല്ലാഹ് ലാ യുനാലു ബിസബബിൻ. അല്ലാഹുവിന്റെ ഔദാര്യം എന്ന് പറയുന്നത് വഖുദ്റത്തുല്ലാഹി സാലിഹത്തുൽ ലിദർക്കി കുല്ലി മത്ലബ്. ഒരു മനുഷ്യന്റെ ഏതേത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിലും ആ ലക്ഷ്യങ്ങളൊക്കെ കൊടുക്കാൻ യോഗ്യമായ ഖുദ്റത്താണ് റബ്ബിനുള്ളത്. അള്ളാന്റെ ഫളൽ അത്രയും വലുതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ മഖാമിലേക്ക് എത്താൻ കഴിയൂല എന്ന് വിചാരിക്കണ്ട എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. കമാ ബാനദാലിക ബിഖൗലിഹി. മഹാനരായ ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, പ്രതീക്ഷ നൽകുന്ന ഒരു വാക്കാണ്. നിരാശപ്പെട്ടു പോയ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ വഴിയിൽ പ്രവേശിക്കാൻ കഴിയാതെ, അവസരം കിട്ടാതെ, ഇനി എനിക്കൊരിക്കലും മോചനത്തിന്റെ വഴിയില്ലെന്ന് നിരാശപ്പെട്ട ആളുകൾക്ക് പ്രതീക്ഷ ഉണർത്തുന്ന വളരെ 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 സുന്ദരമായ ഒരു വചനമാണ് മഹാനരായ ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്.
മനിസ്തഗ്റബ, ആരെങ്കിലും അതിവിദൂരമായി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്തതാണ് എന്ന് കാണുക. എന്ത്? അയ്യുഖിദഹുല്ലാഹു മിൻ ശഹവതിഹി, ഇച്ഛയിൽ മുഴുകിയ ഒരാൾ, അയാൾക്കിനി അല്ലാഹു ഒരു മോചനം ഈ ഇച്ഛയിൽ നിന്ന്, ഈ വികാരത്തിൽ നിന്ന് നൽകുകയില്ല എന്ന് ചിന്തിക്കുക. അങ്ങനെ ഇനി ഒരു മോചനം വളരെ വിദൂര സാധ്യതയാണ് എന്നാരെങ്കിലും ചിന്തിച്ചാൽ, അതേപോലെ മറ്റൊരു ചിന്ത, വഅയ്യുഖ്രിജഹു മിൻ വുജൂദി ഗഫ്ലതിഹി, തന്നിൽ പിടികൂടിയ ഈ അശ്രദ്ധ, ഗഫ്ലത്ത്, എല്ലാ സമയവും അശ്രദ്ധയിലാണ് ജീവിതം പോകുന്നത്. ഇനി എനിക്ക് ഈ ഗാഫില് എന്ന ഒരു പട്ടികയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അതില്ല, അത് അതിവിദൂരമാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് ചെയ്യുന്നത് എന്താണെന്നറിയുമോ? അവന്റെ ചിന്തയിലൂടെ വരുന്നത് ഫഖദ് ഇസ്തഅജസൽ ഖുദ്റത്തൽ ഇലാഹിയ്യ, എല്ലാത്തിനും കഴിവുള്ള അല്ലാഹുവിന്റെ ഇലാഹിയായ ഖുദ്റത്തിനെ അവൻ ചുരുക്കി കാണുകയാണ്, നിസാരപ്പെടുത്തുകയാണ്. അല്ലാഹു അത്രയൊന്നും ഒരു ശക്തിയില്ല എന്ന ഒരു ഇലാഹിയായ ഖുദ്റത്തിനെ അവൻ നിസാരപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാകട്ടെ, വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖ്തദിറാ, അല്ലാഹുവിന് ഓരോന്നിലും അളവനുസരിച്ച് എത്ര കൊടുക്കണ്ടേന്ന് കൃത്യമായിട്ട് അറിയുന്നതും അതിന് കഴിവുള്ളവനുമാണ്. ഓരോന്നിനും വേണ്ട അളവില് ഒരു ചുരുക്കവും കൂടുതലും വരുത്താതെ കൃത്യതയിൽ കൊടുക്കാൻ മുഖ്തദിറായ റബ്ബാണ്. ആ റബ്ബിന്റെ ഖുദ്റത്തിനെയാണ് ഇവിടെ നിസാരപ്പെടുത്തുന്നത്. ഇനി എനിക്കൊരു മോചനമില്ല എന്ന് ചിന്തിക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ്. അതിന്റെ വിശദീകരണം മഹാനരായ ഇബ്നു അജീബ തങ്ങൾ പറയുന്നത് കൂടുതൽ പറയുന്നില്ല. ലാ ശക്ക അന്നൽ ഹഖ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ലാ യുഅ്ജിസുഹു ഷൈഉൻ, ഒന്നും അശക്തമാകുന്നില്ല, എല്ലാത്തിനും കഴിവുണ്ട്. വഖുലൂബി ഇബാദിഹി ബിയദിഹി, അടിമകളുടെ ഹൃദയം അവന്റെ കയ്യിൽ ഉടമസ്ഥതയിലാണ്. വേണ്ട വിധത്തിൽ അവന് കൈകാര്യം ചെയ്യും, വേണ്ട വിധത്തിൽ അതിന് തിരിച്ചു മറിക്കും. അതുകൊണ്ട് ഫമൻ കാന മുൻഹമികം ഫിൽ ഗഫ്ലത്തി, അശ്രദ്ധയിൽ മുഴുകിപ്പോയി, മുസ്തഗ്രികം ഫി ബിഹാരി ശഹവതി, വികാരത്തിന്റെ സമുദ്രത്തിൽ ഒളിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫലാ യസ്തഗ്രിബു, ഉണ്ടാകൂല എന്ന് വിചാരിക്കണ്ട. യുൻഖിദഹുല്ലാഹു മിൻ ഗഫ്ലതിഹി, തന്റെ അശ്രദ്ധയിൽ നിന്ന് ഇനി ഒരു മോചനം എനിക്ക് അല്ലാഹുവിൽ നിന്ന് കിട്ടുകയില്ല എന്ന് വിചാരിക്കണ്ട. വഅയ്യുഖ്രിജഹു മിൻ വുജൂദി ശഹവതിഹി, തന്റെ ഈ ഇച്ഛയിൽ നിന്ന്, വികാരത്തിൽ നിന്ന് ഇനി പുറത്തു കടക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നൊന്നും, ഞാൻ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കും എന്നും അവന് വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഫഇന്ന ദാലിക ഖദ്ഉൻ ഫീ ഈമാനിഹി, അവന്റെ ഈമാനിന് അതൊരു കോട്ടമാണ്. എങ്ങനെയാണ് അല്ലാഹുവിന് ഇത് കഴിയില്ല എന്ന് അവന് വിചാരിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറാ, അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത് എന്ന് തെറ്റിൽ മുഴുകിയവരോട് അല്ലാഹു പറഞ്ഞതല്ലേ. ഫമൻ തഅബ മിൻ ബഅദി ദുൽമിഹി, അക്രമം കാണിച്ചിട്ട് പിന്നെ തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തൗബ സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞ ആ വചനങ്ങൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട്
ഇങ്ങനെ ഒരു നിരാശപ്പെടണം എന്നാണ്. മഹാനരായ കുശൈരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ റിസാലയുടെ തുടക്ക ഭാഗത്ത് പറഞ്ഞ ചില ആളുകള് കാനൂലുസൂസൻ ഔലിയാക്കളുടെ പട്ടിക വിശദീകരിച്ചു കൊടുത്ത് ആദ്യകാലത്ത് കള്ളന്മാരായിരുന്ന ആളുകള് അവര് ഹുസൂസൻ അവര് സവിശേഷരായ ഔലിയാക്കളുടെ അത്യുന്നത പദവിയിലെത്തി. ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ പോലെ, ഫുദൈൽ ഇബ്നു ഇയാദിനെ പോലെ, വഅബി യഅ്സനെ പോലെ, അങ്ങനെ ഒരുപാട് ആളുകൾ. അവരെയൊക്കെ തന്റെ റിസാലയുടെ തുടക്കത്തിൽ ഔലിയാക്കളുടെ പട്ടികയുടെ ആ പട്ടിക വിശദീകരിച്ചപ്പോ ആദ്യത്തിൽ കൊടുക്കാനുണ്ടായ ആദ്യകാലത്തെ കള്ളന്മാരായി പിന്നെ ഹവാസ് ഔലിയാക്കളായ ഈ ഔലിയാക്കളെ വിശദീകരിക്കാൻ കാരണം തെറ്റിൽ മുഴുകിയ മനുഷ്യർക്ക് പ്രചോദനം നൽകാൻ, പ്രതീക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്, പ്രതീക്ഷയുടെ സംഭവങ്ങൾ. അതില് ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു മനുഷ്യൻ ഒരു കള്ളനായിരുന്നു. അങ്ങനെ ഒരാളോട് പോയിട്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പരിഹസിച്ചിട്ട് അയാൾക്കൊരു കൊള്ളി എടുത്തു കൊടുത്ത്, ഉണങ്ങിയ കൊള്ളി എടുത്തോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ കൊള്ളി പിടിച്ചോ. എന്നിട്ട് ഈ കൊള്ളി ഉണങ്ങി പച്ച പിടിച്ച് കഴിഞ്ഞാൽ നീ മനസ്സിലാക്കിക്കോ, നിന്റെ തൗബ സ്വീകരിച്ചിരിക്കുന്നു, ശരിയായിരിക്കുന്നു എന്ന്. അയാൾ പരിഹസിച്ചാണ് പറഞ്ഞതെങ്കിൽ ഈ മനുഷ്യൻ അതിനെ ഗൗരവത്തിലെടുത്തു. ഒരു മോചനത്തിന്റെ വഴി തേടി നടക്കുന്ന മനുഷ്യനായിരുന്നു അയാൾ. അതിലേക്ക് നോക്കി അങ്ങനെ പ്രതീക്ഷയോടുകൂടെ ആരാധനയിലും ദിക്റിലും മുഴുകി. പ്രതീക്ഷിച്ചതുപോലെ ഒരു ദിവസം അത് പച്ചയുള്ള കൊള്ളിയായി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ നിരാശപ്പെടേണ്ടതില്ല. പക്ഷെ മോചനത്തിന്റെ വഴി തേടുന്ന മനുഷ്യൻ അവൻ എത്തിപ്പെടേണ്ടത് എവിടേക്കാണ്, അതും കൂടെ വിശദീകരിച്ചിട്ട് മഹാനരായ ഇബ്നു അജീബ തങ്ങൾ ഈ ഹിക്മത്തിന്റെ വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. വൽ ഗാലിബു ഇന്നമാ യത്തഫിഖു ഹാദാ ലിമൻ സഖത അലാ സുഹബത്തിൽ ആരിഫീൻ. ആരിഫീങ്ങളോടുള്ള സഹവാസത്തിലേക്ക് ചെന്ന് വീണുകൊടുത്ത മനുഷ്യനാണ് മഹാനവറുകൾ. സഖത്താറിന വീണുകൊടുക്കുക, സുഹബത്തിലേക്ക് വീണുകൊടുത്ത മനുഷ്യനാണ് ഈ തൗഫീഖ് ഉണ്ടാകുക. നിരാശപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ ഇനി തന്റെ ശഹ്വത്തിൽ നിന്ന്, ഗഫലത്തിൽ നിന്ന് ഒരു മോചനം ഇല്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. അവന് മോചനമുണ്ട് എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അവന് മോചനം കിട്ടുന്ന ഇടം ആരിഫീങ്ങളായ മുറബ്ബിയായ മശായിഖന്മാരോടുള്ള സഹവാസത്തിലാണ്. വഹും മൗജൂദൂന ഫീ കുല്ലി അവാനിൻ, എല്ലാ സമയത്തും അവരുണ്ട്. ഇൻദഹുമുൽ ഇക്സീർ, അവരുടെ കയ്യിലാണ് അമൃതമുള്ളത്. അമൃതം, ജീവാമൃതം എന്നൊക്കെ പറയണ അത് ഒരു മനുഷ്യന്റെ ഉള്ളില് ജീവൻ നൽകാൻ കഴിയുന്ന ജീവാമൃതമുള്ളവർ അവരാണ്. വഹും വഹാദാംറുൻ ഷഹീറുൻ, ഇത് പ്രസിദ്ധമാണ്. ലാ യഹ്താജു ഇലാ ദലീലിൻ, കൂടുതൽ നീട്ടിപ്പരത്തി പറയേണ്ടതില്ല. മഹാന്മാര് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് കൂടുതൽ നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ല. ഫയാ അജബൻ, മഹാരനായ ഇബ്നു അജീബ തങ്ങൾ പറയാണ്, എന്തൊരു അത്ഭുതം. മിമ്മൻ യുൻകിറു ലൗ അശംസി ബഅദ തുലൂഇഹാ, സൂര്യൻ ഉദിച്ചുയർന്നിട്ട് അതിന്റെ വെളിച്ചം കണ്ടിട്ടും അതിനെ കണ്ടിട്ടില്ല, അതില്ല, വെളിച്ചമില്ല എന്ന് പറയുന്ന മനുഷ്യൻ എത്ര അത്ഭുതപ്പെട്ടവനാണ് എന്നതുപോലെയാണ് മഹാന്മാരുടെ കാര്യം. വഅഅജബു മിൻഹു, അതിനേക്കാൾ അത്ഭുതമുള്ള കാര്യം മൻ യുൻകിറു വുജൂദ ശൈഖി തർബിയത്തി,
തർബിയത്തിന്റെ ഷെയ്ഖിനെ നിഷേധിക്കുന്ന മനുഷ്യന്റെ കാര്യം, സൂര്യൻ ഉദിച്ചുയർന്നിട്ട് അതിന്റെ വെളിച്ചം കണ്ടിട്ടും സൂര്യന്റെ വെളിച്ചമില്ല എന്ന് പറയുന്നവനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ് തർബിയത്തിന്റെ ഷെയ്ഖ് ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നവർ. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതീ ഫിസ്സുദൂർ. അവരുടെ പച്ച ഇറച്ചിയുടെ കണ്ണിനല്ല കാഴ്ച നഷ്ടപ്പെട്ടത്, അവരുടെ ഹൃദയത്തിനാണ് എന്നൊക്കെ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്ന, അതുകൊണ്ട് ആരാരും നിരാശപ്പെടേണ്ടതില്ല. മോചനത്തിന് വഴിയാഗ്രഹിക്കുന്ന മനുഷ്യൻ അശ്രദ്ധയിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മുഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ, ശഹവത്തിലും വികാരത്തിലും അടിമപ്പെട്ടു പോയി, ഇനി ഒരിക്കലും എനിക്ക് ഒരു വഴിയിലും മോചനമില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ നിരാശപ്പെടേണ്ട. മശായിഖന്മാരുണ്ട്, എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. ആ വഴിയിൽ പ്രവേശിച്ച് വളരെ സുന്ദരമായ ഋജുവായ ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിലൂടെ മോചനം, മോക്ഷം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെ ഏവരെയും കലിമത്ത് തൗഹീദിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിലായി നമ്മളുടെ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാന്റെ പൂർണ്ണ പൊരുത്തത്തോടെയും തിരുനോട്ടത്തോടെയും കൂടെ നമ്മളെ ഏവരെയും സ്നേഹത്തിലും ഒരുമിച്ച് കൂട്ടിയെന്നും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി